അതേപോലെ നമുക്ക് ഇതിനെ ഇവിടുന്ന് ഓൺ ചെയ്യാം, ഇവിടുന്ന് തന്നെ ഓഫ് ചെയ്യാം, ഇവിടുന്ന് ഓൺ ചെയ്യാം, ഇവിടുന്ന് ഓഫ് ചെയ്യാം. അങ്ങനെ 2 വേ നമ്മളെങ്ങനെ ചെയ്യുന്നു അതേപോലെ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലൊരു ബൈസ്റ്റേബിൾ റിലേ ഉണ്ട്, ലാച്ചിങ് റിലേ ഉണ്ട്. ഈ റിവ്യൂ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. ഒന്ന് സിംഗിൾ പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു മോട്ടോർ കൺട്രോളിനെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2 വേയിൽ എങ്ങനെ ഒരു മോട്ടോർ കൺട്രോളിനെ 2 വേയിൽ എങ്ങനെ ഒരു മോട്ടറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള 2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം, ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ അറിയാം, പ്രത്യേകിച്ച് സിംഗിൾ പുഷ് ബട്ടണൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ വയറിങ് കുറച്ചൊരു കോംപ്ലിക്കേഷനാണ്. വയറിങ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കമ്പോണൻ്റ് ആകുമ്പം നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാം. ഈ ഒരു കമ്പോണൻ്റ് വെച്ചിട്ട് നമുക്ക് 2 വേയും കൊടുക്കാം ഇതിൽ, അതേപോലെ തന്നെ സിംഗിൾ പുഷ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മൊഡ്യൂൾ വെച്ച് എങ്ങനെ ചെയ്ത് നോക്കാം. അതിന് മുന്നേ അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. നമുക്ക് ഇത് DC ആണ് ഇതിൻ്റെ ഇന്ന് വരുന്നത്. ഇതിൻ്റെ പവർ DC 12 വോൾട്ട് DC ആണ്. 12 വോൾട്ട് DC ആണ് ഇതിൻ്റെ ഈ റിലേൻ്റെ ഇത് വരുന്നത്, വോൾട്ടേജ് സ്പെസിഫിക്കേഷൻ വരുന്നത്. അതേപോലെ ഈ ബോർഡിന് 12 വോൾട്ട് DC ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ നമുക്കൊരു ഔട്ട് എടുക്കാനുള്ള ഒരു കോമൺ, ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു കോമൺ NO-NC ഉണ്ട്. ഇതിലാണ് നമുക്ക് ഔട്ട് എടുക്കുക. ഇതിൽ കൊടുത്തിട്ടുണ്ട് 230 വോൾട്ടിൽ 250 വോൾട്ടിൽ 10 ആംപിയർ വരെ ഇതിൽ പറയുന്നുണ്ട്. അത് എത്രത്തോളം 10 ആംപിയർ വരെ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല, പക്ഷേ 10 ആംപിയർ വരെ ഈ കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ ലോഡൊക്കെ ഇതിൽ കൊടുക്കാം. അതായത് സിംഗിൾ പുഷ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ലൈറ്റും മോട്ടറൊക്കെ നമുക്ക് കൊടുക്കാം. മോട്ടർ നമ്മൾ ഡയറക്റ്റ് കൊടുക്കില്ല, നമ്മൾ കോൺടാക്ടർ വഴിയാണ് കൊടുക്കുക. അപ്പം മോട്ടറിനൊക്കെ നമുക്ക് ഇതിലൂടെ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ടെസ്റ്റ് ബട്ടൺ ഉണ്ട്. ഈ ടെസ്റ്റ് ബട്ടൺ എന്ന് പറയുന്നത് നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ട്രിഗറിങ് ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു കേബിൾ തന്നിട്ടുണ്ട്. നമുക്ക് എക്സ്റ്റേണൽ സ്വിച്ച് കൊടുക്കാനുള്ളതാണിത്. അപ്പോൾ നമുക്ക് ആ സ്വിച്ച് സിംഗിൾ പുഷ് ബട്ടൺ കൊടുക്കുക, പിന്നെ 2 വേ ഒക്കെ നമുക്ക് കൊടുത്ത് നമുക്ക് വയറിങ് ചെയ്ത് നോക്കാം. ഓക്കെ, വേറെ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം. കണക്ഷൻ 12 വോൾട്ടിന് ഞാൻ യൂസ് ചെയ്ത് ഇവിടെ ഈ ഒരു ടൈപ്പ് ലാപ്ടോപ്പിൻ്റെ ചാർജറാണ്. അപ്പോൾ അതിനെ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ 12 വോൾട്ട് ഞാൻ ഇവിടെ സപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്, കോമണിൽ ഒരു 220 കൊടുക്കാം, പിന്നെ ഒരു NO-NC നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിനൊരു ഇൻഡിക്കേറ്റർ എടുത്തിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 ഫേസ് കൊടുത്തിട്ടുണ്ട്, 2 സെപ്പറേറ്റ് ഫേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് നോർമലി ഓപ്പണിലും ഒന്ന് ഇതിൻ്റെ നോർമലി ക്ലോസിലാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കോമൺ ന്യൂട്രലാണ്, ലൈറ്റിൻ്റെ കോമൺ ന്യൂട്രലാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, കോമണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ NO-NC ഞാൻ കണക്ട് ചെയ്യാണ്, 2 ഇൻഡിക്കേറ്ററിൽ കണക്ട് ചെയ്യാണ്. ഞാൻ ആദ്യം NO-ൽ കണക്ട് ചെയ്യാണ്, ഒരു ഇൻഡിക്കേറ്റർ റെഡ് ഞാൻ NO-ൽ കണക്ട് ചെയ്യാണ്. അതേപോലെ അടുത്ത ഇൻഡിക്കേറ്റർ ഞാൻ NC-യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. 220 വന്നിട്ടുണ്ട് കോമൺ ആയിട്ട്. ഒന്ന് ഇതിൻ്റെ റെഡ് ഇൻഡിക്കേറ്ററിലേക്ക് പോയിട്ടുണ്ട്, ഒന്ന് ബ്ലൂ ഇൻഡിക്കേറ്ററിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ട്രിഗർ ചെയ്യണം. ഇതിന് നമുക്ക് ഒരു പുഷ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രിഗർ ചെയ്യാം. ആ പുഷ് ബട്ടൺ നമുക്ക് കണക്ട് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലീഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പുഷ് ബട്ടൻ്റെ ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പുഷ് ബട്ടൺ എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നത് ലോ ലെവൽ ട്രിഗറിംഗ് ആണ്. ലോ ലെവൽ ട്രിഗറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ നമ്മളെ NO പുഷ് ബട്ടൺ എന്ന് പറയുമ്പോൾ
അത് ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് NO ഉണ്ടാകുക, ഈ ഒരു കോണ്ടാക്ട് NO ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്ത NC ആണ്. അതായത് ഇത് ലോ ലെവൽ ട്രിഗറിങ് ആയതുകൊണ്ട് ഇത് ഫോളിംഗ് എഡ്ജിലാണ് ഇത് ട്രിഗർ ആവുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്കൊരു 5 വോൾട്ട് വരും. ഈ 5 വോൾട്ട് നമ്മൾ ഈ സ്വിച്ചിൽ നിന്ന് വന്നിട്ടാണ് തിരിച്ച് 5 വോൾട്ടിലേക്ക് വന്നിട്ടാണ് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോ ലെവൽ ട്രിഗറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോളിംഗ് എഡ്ജിലാണ് ഇതിന് ട്രിഗർ ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടിന്യൂറ്റി എപ്പോഴും ഇതിൽ 5 വോൾട്ട് വന്ന് കിടക്കും. നമ്മളിത് എപ്പോഴാണ് ഇത് പുഷ് ചെയ്യുന്നത് ആ സമയത്ത് ഇത് ലോ ലെവലിലേക്ക് പോകും, അതായത് ഫോളിംഗ് എഡ്ജിലേക്ക് പോകും. ഫോളിംഗ് എഡ്ജും റൈസിംഗ് എഡ്ജും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. PLC നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പറയാം. അപ്പം ജസ്റ്റ് ഇതൊന്ന് ഫോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഈ ഒരു ലോ ലെവലിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ ട്രിഗർ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പുഷ് ബട്ടൺ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ NC കോൺടാക്ട് വഴിയാണ് നമ്മൾ ഇതിൻ്റെ ട്രിഗർ ചെയ്യേണ്ടത്, ഈ ഒരു മൊഡ്യൂളിൽ ട്രിഗർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ പവർ ഓൺ ആക്കി നോക്കാം, അതെങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പവർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്രേക്കർ ഓൺ ചെയ്യാണ്. ബ്രേക്കർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് NCയിലുള്ള കണക്ഷൻ ഇതിൽ വർക്ക് ചെയ്യേണ്ടതാണ്. ഞാൻ ബ്രേക്കർ ഓൺ ചെയ്യാണ്. ബ്രേക്കർ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ LED നോക്കുക, ഏതാണ് വർക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഓൺ ചെയ്ത് ഓക്കെ, ഒരു സെൻസർ അല്ല ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, കാരണം ഒന്ന് നമ്മൾ NC വഴിയാണ് കൊടുത്തത്. ഓക്കെ, നമുക്ക് പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സിംഗിൾ പുഷ് ബട്ടൺ നമ്മൾ സിംഗിൾ പുഷ് ബട്ടൺ അമർത്തിയപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതേ പുഷ് ബട്ടൺ നെക്സ്റ്റ് അമർത്തിയപ്പോൾ അത് ഓഫായി. അതേപോലെ ഇതാണ് സിംഗിൾ പുഷ് ബട്ടൺ. നമുക്ക് മറ്റേതിൻ്റെ വർക്ക് ഇതെന്താ വർക്ക് ചെയ്യാത്ത നോക്കാം. നമ്മൾ ഓക്കെ, ഇതിൽ ഫേസ് ഡിസ്കണക്ട് ആയിട്ടുണ്ട്, അതാണ് വർക്ക് ചെയ്യാഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഓക്കെ, നിങ്ങൾ കണക്ഷനെ കൊടുക്കുമ്പോൾ കറക്റ്റായി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്കണക്ട് ആയി കഴിഞ്ഞാലൊക്കെ ഭയങ്കര ഡേഞ്ചറാണിത്. ഓക്കെ, അതിൻ്റെ ഈ ഒരു പോയിന്റ് ഡിസ്കണക്ട് ആയതാണ്. ഞാനിവിടെ അല്ല ഈ ഒരു പോയിന്റ് ഇത് ഡിസ്കണക്ട് ആയതാണ്. ഞാനിവിടെ റൂൾ വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അത് ഡിസ്കണക്ട് ആയി പോയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വർക്ക് ചെയ്യുക, ഡിസ്കണക്റ്റ് ആകാതൊക്കെ വർക്ക് ചെയ്യുക. എപ്പോഴും MCBയും ELCBയും ഒക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കണക്ഷൻ ഒന്നും കൂടി കൊടുക്കുകയാണ്. ഒരിക്കലും ELCB ഒന്നും ഇല്ലാതെ അങ്ങനെ വർക്ക് തന്നെ ചെയ്യരുത്, നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണത്. ഞാൻ ഓക്കെ, ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ ബ്രേക്കർ 220 ബ്രേക്കർ സപ്ലൈ ഓൺ ചെയ്യാണ്. അപ്പോൾ ഇനി നോക്കാം, ഇനി ഈ ഒരു ഇൻഡിക്കേറ്റർ ഓൺ ആവണം നോക്കാം നമുക്ക്. യെസ്, ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഫേസ് ലോസ് ചെയ്തതാണ്. ഇനി നമുക്കിത് പുഷ് ചെയ്യാം. ഇതാണ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ NC, അതായത് NC കട്ടായിട്ട് NOയിൽ വന്ന്, അതായത് ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. പക്ഷേ നമുക്ക് മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിംഗിൾ പുഷ് ബട്ടണിൽ ഓൺ ഓഫ് ആവുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇൻഡിക്കേറ്റർ വേണമെങ്കിൽ കൊടുക്കാം, ഫീഡ്ബാക്ക് ഇൻഡിക്കേറ്ററായിട്ട് കൊടുക്കാം. അതേപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫായി, ജസ്റ്റ് പ്രസ് ചെയ്താൽ ഓണായി. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ ഇതിനെ 2 വേ എങ്ങനെ കൺട്രോൾ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിനെ ഇതേപോലെ തന്നെ ഒരു പുഷ് ബട്ടൺ ഞാൻ എടുക്കുകയാണ്. അതായത് NC ലോ ലെവൽ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ NC പുഷ് ബട്ടണാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സാധാരണ NC നമുക്ക് റെഡ് കളറിലാണ് ഉണ്ടാകുന്നത്, പക്ഷേ നമ്മൾ ഓൺ ചെയ്യുന്ന സാധാരണ ഈ ഒരു ഓഫിനാണ് നമ്മൾ റെഡ് കളർ സാധാരണ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പുഷ് ബട്ടൺ യൂസ് ചെയ്തത് ഗ്രീന്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഈ ഒരു മൊഡ്യൂൾ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് NC ബ്ലോക്ക് എടുത്തത് ഞാൻ പറഞ്ഞു ലോ ലെവൽ സെൻസിങ് ആണ്. ഇത് നമ്മൾ NO വെച്ച് നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് അൺസ്റ്റേബിൾ ആയിട്ട് കാണും, അത് അൺസ്റ്റേബിളോ റിലേ നിങ്ങൾക്ക് ഓണും ഓഫും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ 2 വേയിൽ ചെയ്യാൻ വേറൊരു പുഷ് ബട്ടൺ കൂടി എടുക്കുകയാണ്. ഓക്കെ, ഞാൻ അടുത്തൊരു പുഷ് ബട്ടൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീരീസ് ആക്കി കൊടുത്താൽ മതി.
ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് നമ്മൾ ഊരിയിട്ട് ഇതിനെ സീരീസ് ആക്കിയിട്ട് അടുത്ത പുഷ് ബട്ടൺ കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പുഷ് ബട്ടൺ ചെയ്യാം. രണ്ടാമത്തെ പുഷ് ബട്ടൺ കണക്ഷൻ കൊടുക്കാം. ഞാൻ ഈ ഒരു ഇതിന് ഈ ഔട്ട് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്നും ഇതിൻ്റെ സീരീസ് ആക്കിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം. ഔട്ട് എടുക്കുന്ന രീതിയിൽ ചെയ്യാം. ഇപ്പോൾ 2 പുഷ് ബട്ടൺ കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ സപ്ലൈ ഓൺ ചെയ്ത് നോക്കാം. ഈ 2 പുഷ് ബട്ടൺ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കാം. ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ NC ഞാൻ ഒഴിവാക്കുകയാണ്. നമുക്ക് കൺഫ്യൂഷൻ ആവണ്ട. NC ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ നമുക്ക് NC സപ്ലൈ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ആകെ റെഡ് മാത്രം നോക്കാം. 2 വേ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ സപ്ലൈ ഓൺ ചെയ്യാണ്. റെഡ് മാത്രമേ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓൺ ചെയ്ത് ഓൺ ആയിട്ടുണ്ട്. ഇനി അനദർ പുഷ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ഓഫ് ചെയ്യാണ്. ഓഫ് ആയിട്ടുണ്ട്. ഓൺ ചെയ്തിട്ടുണ്ട്. ഓഫ് ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇതിനെ ഇവിടുന്ന് ഓൺ ചെയ്യാം, ഇവിടുന്ന് തന്നെ ഓഫ് ചെയ്യാം, ഇവിടുന്ന് ഓൺ ചെയ്യാം, ഇവിടുന്ന് ഓഫ് ചെയ്യാം. അങ്ങനെ 2 വേ നമ്മളെങ്ങനെ ചെയ്യുന്നു അതേപോലെ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ. നമുക്കിത് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇനി മൂന്നാമത്തെ പുഷ് ബട്ടൺ കൊടുത്താലും അത് വർക്ക് ചെയ്യും. അതിൽ നമുക്ക് കൺട്രോൾ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതിനെ സിമ്പിളായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാം. ആ ഇൻഡിക്കേറ്റർ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറയാൻ വിട്ടതാണ്. ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഓഫ് ആയാലും ഓൺ ആയാലൊക്കെ ഈ റിലേ ലാച്ച് ചെയ്താലും അല്ല ചെയ്താലൊക്കെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ 2 വേയിലും അതേപോലെ തന്നെ സിംഗിൾ പുഷ് ബട്ടൺ ഓൺ ഓഫ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്, റിലേ മൊഡ്യൂളാണ് ഇത്. അപ്പം ഞാൻ ഇത് ഒരു റിവ്യൂ ആയിട്ട് ചെയ്താണ്. ഞാൻ ഓൾറെഡി ഈ 2 വർക്കും ഈ 2 ലോജിക്കും ഞാൻ റിലേ ലോജിക്ക് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം, എൻ്റെ ചാനലിൽ കാണാം. ഞാൻ ഓൾറെഡി ഐ ബട്ടണിൽ കൊടുക്കാം ഞാനത് അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അത് ആസ് എൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു മൊഡ്യൂൾ എനിക്ക് ഓൺലൈനിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. വേറൊരു കാര്യം കൂടി പറയാൻ പറ്റുമോ, ഇവിടെ ടെസ്റ്റ് ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞു. അത് നമുക്ക് ഇത് ഈ മൊഡ്യൂളിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഓൺ ഓഫ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്കിപ്പോൾ ഓൾറെഡി എക്സ്റ്റേണൽ കണക്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇവിടെ ഊരിയിട്ട് ഇതൊന്ന് ഓക്കെ ഇത് ഊരിയിട്ട് നമുക്കിവിടെ ഇങ്ങനെ ടെസ്റ്റ് ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓഫ് കോഴ്സ് ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് എന്തായാലും യൂസ് ചെയ്യാം. ഇത് വീടുകളിലും അവർ പറയുന്നുണ്ട് ലൈറ്റൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യാന്നൊക്കെ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കണ്ട്. ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയത് അലി എക്സ്പ്രസ് എന്നൊരു വെബ്സൈറ്റിൽ നിന്നാണ്, ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നാണ്. അത് നാട്ടിലുണ്ടോ അറിയില്ല. ചെറിയ പൈസക്ക് വാങ്ങിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ എന്തെങ്കിലും കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.